ഹലോ കൂട്ടുകാരെ, ഗുഡ് ഈവനിങ്. ഞാൻ ഇന്ന് ഒരു ട്രാവലിൻ്റെ ഏതോ ഒരു യൂട്യൂബ് ചാനൽ കണ്ടപ്പോൾ അവർ പറയുന്നിട്ട് ഡൽഹിയിൽ വന്ന കേരളക്കാർക്ക് ഒരു വിലയില്ല, കേരളക്കാരെ അവർ മദ്രാസികളെന്നാണ് വിളിക്കുന്നതെന്ന്. ചുമ്മാതാ കേട്ടോ, കേരളക്കാർ ആരും മദ്രാസികളെന്നൊന്നും വിളിക്കത്തില്ല. അത് വേറെ ഏതെങ്കിലും കാട്ടുമുക്കിലുള്ളവരായിരിക്കും വിളിക്കുന്നത്. ഇവിടെ ഉള്ളവർക്ക് ഈ ഹിന്ദിക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കേരളക്കാരെ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളോട് കൂട്ടുകൂടുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്നത് കേരളം എത്ര ബ്യൂട്ടിഫുൾ സ്റ്റേറ്റാണെന്ന് അവർ ആദ്യം പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ മിക്കുള്ള ആൾക്കാരും ഹിന്ദിക്കാർ കേരളത്തിൽ ടൂറിന് വന്നിട്ടുള്ളവർ. അവർ ആദ്യം പറയുന്ന മൂന്നാർ, കോവളം, ഇപ്പോൾ പിന്നെ വർക്കല ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പോകുന്നവർ വർക്കലയും വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെത്ര ഹാപ്പി ആയിട്ടാണ് നമ്മളെ നാടിനെ കുറിച്ച് പറയുന്നതെന്ന് അറിയാമോ. അതുപോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാർ നമുക്ക് എനിക്ക് ആദ്യം ഹിന്ദി വന്നപ്പോൾ ഹിന്ദി അത്ര അറിയത്തില്ല. എന്നാലും ഗാന്ധിനഗറിലെ ആ ഫിലിമിലെ മോഹൻലാലിനെ പോലെ ഹും ഹേ ഹോ എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആദ്യം എത്തുമ്പോഴത്തേക്ക് തന്നെ അവരത് ഫില്ല് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യും കേട്ടോ. ഒരു തരത്തിൽ കളിയാക്കുകയോ അങ്ങൊന്നുമില്ല. പിന്നെ ക്രൈം സിറ്റി ആണ്. ചില ഇവിടെ പോലീസ് അധികം ഇല്ല കേട്ടോ, ഉള്ളത് പറയാമല്ലോ. ഇവിടെ തന്നെ ഞാൻ അധികം പോലീസിനെ കണ്ടിട്ടേ ഇല്ല. പിന്നെ ഈ ഭിക്ഷാടനക്കാർ ഒരുപാടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും അയ്യോ അവർ പാവങ്ങളൊന്നും അല്ല കേട്ടോ. അവരുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന മൊബൈലും കാര്യങ്ങളും ഒക്കെ കാണണം. സാധാരണ സ്ത്രീകളുടെ കയ്യിൽ തന്നെ ഇരിക്കുന്ന മൊബൈൽ കാണണം. നമ്മളെ മൊബൈലിനേക്കാളും ഇരട്ടി വിലയുള്ള മൊബൈലുകളാണ്. അതുപോലെ തന്നെ ഇവിടെ തന്നെ ഈ ഡൽഹിയിൽ തന്നെ ഒരുപാട് ജോലി ചെയ്യും. ഈ ഭിക്ഷാടനം എന്ന് പറയുന്നൊരു ജോലി അല്ലാതെ ഇവിടെ നമ്മൾ കാറ് കഴുകുന്നവർക്ക് പോലും 500 രൂപയുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരു 10 കാറ് കഴുകിയാൽ തന്നെ ആ പൈസ കിട്ടും. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ കുറച്ച് ദയാലുക്കളാണ്. ചുമ്മാതെ ഈ എന്തെങ്കിലും ആഘോഷങ്ങൾ വരുമ്പോൾ ഫുഡ് കൊടുക്കുക, പിന്നെ ഭക്ഷണം കൊണ്ട് കൊടുക്കുക ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അവരെല്ലാം സുഖമായിട്ട് ഇങ്ങനെ ഇവിടെ താമസിക്കുക. നമുക്ക് ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ഭിക്ഷാടനക്കാരെ കൊണ്ടാണ് നമുക്ക് ഏറ്റവും വലിയ പ്രോബ്ലം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമ്മളെ നാട്ടിലെ പോലെ പാവങ്ങളൊന്നുമല്ല ഇവർ. ചുമ്മാതെ ഇവിടെ പൈസയും ഫ്രീ ആയിട്ട് കിട്ടും, ഭക്ഷണം എല്ലാവരും കിട്ടും, അങ്ങനെ കിടക്കുന്ന ആൾക്കാരാണ്. പിന്നെ ലൈവ് വന്നപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ഡൽഹിയിലെ ജീവിത ചെലവ് എങ്ങനെയാണെന്ന്. ഇപ്പോൾ ഡൽഹിയിലെ ജീവിത ചെലവ് വളരെ കുറവാണെന്ന് പറയുന്ന ആരാണെന്നറിയാമോ? ഈ 1-2 മാസം വന്ന് നിന്നിട്ട് പോകുന്നവരാണ് പറയുന്നത് ഇവിടെ അത് കിട്ടും, 10 രൂപയ്ക്ക് ഇത് കിട്ടും, സരോജിനി മാർക്കറ്റ് അത് കിട്ടും. പക്ഷെ നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് 1 ഇയർ ഫാമിലി തൊട്ടൊന്ന് നിന്ന് നോക്ക്, അപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് എത്ര ചിലവാണ്. ഇപ്പോൾ ഡിഫൻസിൻ്റെ കാര്യം പോട്ടെ, അത് പോട്ടെ, അല്ലാതെ നമ്മുടെ മക്കൾക്കായാലും സ്കൂളിൽ അഡ്മിഷനൊക്കെ ആയാലും ഭയങ്കര പ്രയാസമാണ് കേട്ടോ. KVയിൽ വേക്കൻസി ഡിഫൻസിനുണ്ട്, ആർമിയിൽ വേക്കൻസി ഡിഫൻസിനുണ്ട്. അപ്പം ബാക്കി കഴിഞ്ഞിട്ടുള്ള സ്കൂളുകാരെല്ലാം നമ്മളെ അങ്ങ് മുതലെടുക്കുക, മീൻസ് ഈ സിവിലിയൻസിനെ അങ്ങ് മുതലെടുക്കുക. അപ്പം ഭയങ്കരമായ ഫീസാണ്, നമ്മളെക്കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഫീസ്. മാത്രമല്ല ബസ് ഫീ ആയാലും ഫീസായാലും. ഇപ്പോൾ കുട്ടികളെ ഞാൻ പറയുന്നത് ആൻറ്റി അല്ലെങ്കിൽ അമ്മച്ചി വന്നിരുന്ന് പൊങ്ങലടിക്കുമെന്ന് പറയരുത് കേട്ടോ. ഞാനിവിടെ താമസിക്കുന്ന മഹാവീർ എൻക്ലേവ്, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കും. ഞാൻ മഹാവീർ എൻക്ലേവ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ 4th ക്ലാസ്സിൽ ഓൾ സബ്ജക്റ്റും ഒരു ട്യൂഷൻ ഒരു കുട്ടിക്ക് കൊടുക്കണമെങ്കിൽ ഒരു എറൗണ്ട് 4000-5000 രൂപയാണ് ഒരു മാസം വേണ്ടത്. അതായത് അവർ 1 മണിക്കൂർ വെച്ചിട്ടാണ് പൈസ മേടിക്കുന്നത്. 1 മണിക്കൂർ 4000-400 അങ്ങനെ വെച്ചിട്ടാണ് ഒരു ഫീസ് മേടിക്കുന്നത് 3-4 ദിവസത്തെ ക്ലാസ്സിന്. അതായത് എറൗണ്ട് 4ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഒരു 4000-5000 രൂപയാണ് ഓൾ സബ്ജക്റ്റിൻ്റെ ഫീസ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ട്യൂഷൻ ഫീസ് മാത്രമല്ല, ഇപ്പോൾ നമ്മളെ കുട്ടികളെ അബാക്കസോ ഗിത്താറോ ഒക്കെ പഠിപ്പിക്കുന്നതിന് ചാർജ് കൂടുതലാണ്. പക്ഷേ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇവിടുത്തെ റെൻറ്റ് കൂടുതലല്ലേ. അപ്പോൾ റെൻറ്റ് കൂടുതലാകുമ്പോൾ അതനുസരിച്ചായിരിക്കും അവർ പൈസ മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ജീവിത ചെലവ് വളരെ കൂടുതലാണ്. ഞാൻ സരോജിനി മാർക്കറ്റിൽ നിന്ന് എടുത്തില്ല. എനിക്കതിനേക്കാളും ലാഭം തോന്നുന്നത് മീഷോയ്ക്കകത്തും ആമസോണിനകത്തുമാണ്. മീഷോയ്ക്കകത്തൊക്കെ അതിനേക്കാളും വില കുറച്ച് ഡ്രസ്സുകൾ കിട്ടും. ഈ ചുമ്മാതെ നിങ്ങൾ ഡൽഹിയിൽ വന്നിട്ട് സരോജിനി മാർക്കറ്റൊന്നും പോകേണ്ട ഒരു ആവശ്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ പഴയ സരോജിനി മാർക്കറ്റേ അല്ല, കാരണം അവിടെ ചെറിയ ചെറിയ കടകളൊക്കെ വെളിയിലുണ്ടായിരുന്നു. അതൊക്കെ ഇവിടുന്ന് പോലീസ് എടുത്ത് മാറ്റി. ഇപ്പോൾ അകത്ത് വലിയ വലിയ കടകളേ ഉള്ളൂ. അപ്പോൾ ആ കടക്കാർ നമ്മളെ നിന്ന് പൈസ മേടിക്കുന്ന അവരുടെ കറണ്ട് ചാർജും വാടകയും ഒക്കെ മേടിച്ചിട്ടാണ് നമ്മളെ നിന്ന് പൈസ മേടിക്കുന്നത്. അപ്പോൾ അതിനേക്കാളും ബെറ്റർ ഉള്ളത് ഈ സരോജിനി മാർക്കറ്റ് നിങ്ങൾ കറങ്ങാൻ പോകാതെ അത് വല്ല ആമസോണിൽ നിന്നോ മീഷോന്നോ ഒക്കെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിശാലിലൊക്കെ നല്ല ലാഭം കേട്ടോ. ഇവിടെ വിശാലൊക്കെ ഉണ്ട്, സ്റ്റുഡിയോയിൽ നിന്നൊക്കെ മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചുമ്മാതെ ഈ ഡൽഹി കറങ്ങാൻ വന്നിട്ട് സരോജിനി മാർക്കറ്റിൽ കയറേണ്ട ഒരാവശ്യമില്ല. ഇപ്പോൾ പഴയ സരോജിനി മാർക്കറ്റെല്ലാം അവിടെയെങ്കിലും ഒന്നുമില്ല. അപ്പോൾ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇവിടുത്തെ ജീവിത ചെലവ് വളരെ കൂടുതലാണ്, റെൻറ്റ് കൂടുതലാണ്, പിന്നെ സ്കൂളിലെ ഫീസ്, ഇതുപോലെ ട്യൂഷൻ ഫീസ് ഒക്കെ കൂടുതലാണ്. പിന്നെ പച്ചക്കറിയുടെ വില
വില അങ്ങനെ എന്നൊക്കെ പറയുന്നത് നമ്മൾ മാർക്കറ്റിൽ പോയി മേടിക്കുകയാണെങ്കിൽ നമുക്ക് വില കുറച്ച് കിട്ടും. അല്ലാതെ നമ്മളിവിടെ മേടിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ആ ഒരു ടൊമാറ്റോയുടെയും ഒക്കെ വില തന്നെ ഇവിടെയും മേടിക്കുന്ന എന്നും ഇപ്പം നമുക്ക് വലിയ മാർക്കറ്റിൽ പോയി മേടിക്കാൻ പറ്റുമോ? നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് അങ്ങോട്ട് രാവിലെ എണീച്ച് ജോലിക്ക് പോകണവർ നമ്മൾ കാണുന്ന കടകളിൽ നിന്നല്ലേ മേടിക്കത്തുള്ളൂ. പിന്നെ കേരളത്തിലുള്ള എല്ലാ സാധനങ്ങളും ഡൽഹി കിട്ടും. ഞാൻ ഇവിടെ താമസിക്കുന്ന സ്ഥലത്ത് എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് കൂട്ടുകാരെ ഡൽഹിയിലെ വിശേഷങ്ങളും. ഓക്കെ താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.